തോൽവിയുടെ കരിനിയിൽ ചാർത്തപ്പെട്ടയിടത്തു നിന്ന് കാനറികൾ വിജയഗാഥ മുഴക്കിയിരിക്കുന്നു. ജപ്പാൻ ആദ്യ പ്രഹരം ഏൽപ്പിച്ചതായിരുന്നു. സർവാധിപത്യം പുലർത്തി കളം നിറഞ്ഞവർ ലക്ഷ്യം കാണുന്നതിൽ പലകുറി പരാജയപ്പെട്ടു. കസമിറയിലൂടെ ജപ്പാൻ ഉയർത്തിയ ലീഡ് വെട്ടിപ്പിടിച്ച് വരവറിയിച്ചപ്പോൾ നനച്ചത് 30 മിനിറ്റ് നീളുന്ന എക്സ്ട്രാ ടൈമുകളാണ്. എന്നാൽ അധിക സമയത്ത് രക്ഷകന്റെ വേഷത്തിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ ചുമലിലേറി പ്രീ ക്വാർട്ടറിലേക്ക് കാൽപന്തിന്റെ രാജാക്കന്മാർ വരവറിയിക്കുകയാണ്. എന്തൊരു മത്സരമായിരുന്നു ഇത്! ജപ്പാൻ താരങ്ങളെ കാഴ്ചക്കാരാക്കി പന്തിന്മേൽ സർവാധിപത്യം ചെലുത്തി ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന കാനറികളെയാണ് ആദ്യ പകുതിയുടെ ആദ്യ നിമിഷങ്ങളിൽ കാണാനായത്. നെയ്തുകൂട്ടിയ തന്ത്രങ്ങളൊന്നും തന്നെ ബ്രസീലിനെതിരെ പ്രാവർത്തികമാക്കാൻ കഴിയാതെ ജപ്പാൻ താരങ്ങൾ നിസ്സഹരായി കാണപ്പെട്ടു. 11-ാം മിനിറ്റിൽ ക്യൂഞ്ഞയുടെ ഗ്രൗണ്ട് ഷോട്ട് പ്രതീക്ഷകളെ ആവാഹിച്ച് ഉതിർക്കപ്പെട്ടു. പന്തിന് വേഗത കുറവായിരുന്നു. സുസൂക്കി തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മറന്നില്ലായിരുന്നു. അയാളുടെ നീളം കൈ അത് തട്ടിയിട്ടു. തുടർന്നും ബ്രസീലിയൻ പ്രഹരം കാണാമായിരുന്നു. പക്ഷേ പന്ത് വെളിയിലേക്കായിരുന്നു. എന്നാൽ 29 മിനിറ്റ് വരെ കളം ഭരിച്ച കാനറികൾ നിശ്ചലരാകുന്നു. കൊട്ടിയാഘോഷിച്ചവരിലും ആർത്ത് വിളിച്ചവരിലും ഒരു തരം മൂകത. അതെ, സനോ ബ്രസീലിന് മേൽ നിർഭാഗ്യങ്ങളുടെ കരിനിയിൽ ചാർത്തി അവതരിക്കുകയാണ്. പന്ത് ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ച ഡാനിലോക്ക് പെടുന്നനെ ഇന്റർസെപ്ഷൻ എത്തിയ സനോയെ തടഞ്ഞു നിർത്താനായില്ല. അയാൾ പന്ത് റാഞ്ചിയെടുത്തു. മൈതാന മധ്യത്തിൽ നിന്ന് കുതിച്ച സനോക്ക് സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. അയാൾ വളരെ കൂളായി ബ്രസീലിയൻ ബോക്സിലേക്ക് ഒഴുകിയെത്തി. കസമിറോ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും വിചാരിച്ചതുപോലെ നടന്നില്ലായിരുന്നു. ഒടുവിൽ സന തൊടുത്ത ആ ഗൺഷോട്ട് അലിസൺ ബക്രയും മറികടന്ന് വല തുളച്ചു. സ്കോർ ബോർഡിലെ ആദ്യ ചലനം ജപ്പാൻ 1 ബ്രസീൽ 0. മധ്യനിരയിലെ പിഴവുകൾ വേട്ടയാടപ്പെടുമെന്ന് പലകുറി ബ്രസീൽ അറിഞ്ഞതാണ്. അതെല്ലാം നികത്താൻ എത്തിയവർക്ക് പിഴവ് വന്നത് അതേ മധ്യനിരയിൽ തന്നെയായിരുന്നു. ജപ്പാൻ പ്രതിരോധ കോട്ടയ്ക്ക് മുമ്പിൽ പിന്നെയും റോണ്ട് ചുറ്റി നടന്നെങ്കിലും കാര്യമുണ്ടായില്ല. ലക്ഷ്യങ്ങളിലേക്കുള്ളതെല്ലാം അലക്ഷ്യമായി കാണപ്പെട്ടു. ആദ്യ പകുതിയിൽ അനുവദിച്ച 4 മിനിറ്റ് എക്സ്ട്രാ ടൈമിലും കാനറികളുടെ ഗോളൊന്നും കണ്ടില്ലായിരുന്നു. ഹാഫ് ടൈമിന് വിസിൽ മുഴങ്ങി. 62% പന്തടക്കത്തോടെ കളം നിറഞ്ഞത് കാനറികളാണെങ്കിലും കിട്ടിയ അവസരം മുതലാക്കി ജപ്പാൻ തങ്ങളുടെ വീര്യം കാണിച്ചു. ബ്രസീലിന്റെ ഭാഗത്തു നിന്ന് ഉതിർക്കപ്പെട്ട 8 ഷോട്ടുകളിലേക്ക് ടാർഗറ്റിലേക്ക് തിരിഞ്ഞത് 3 മാത്രമായിരുന്നു. ജപ്പാന്റെ പ്രതിരോധ കോട്ടയെയും ഗോൾ കീപ്പർ ഷുസൂക്കിയെയും കടത്തിവെട്ടി മികവ് തെളിയിക്കാൻ ബ്രസീലിന് സാധിച്ചില്ലായിരുന്നു. പ്രതിരോധത്തിലേക്ക് ഊന്നിപ്പിടിച്ച് തന്ത്രം ആദ്യ പകുതിയിൽ ഫലം കണ്ടു. വിനീഷ്യസിൽ വിചാരിച്ചതുപോലെ കാൽക്കരുത്ത് കണ്ടില്ലായിരുന്നു. ആദ്യ പകുതിയിൽ 3 യെല്ലോ കാർഡുകളാണ് റഫറി പുറത്തെടുത്തത്. ജപ്പാന്റെ സനോ, ഡെയ്ച്ചി കമാഡ, ബ്രസീലിന്റെ കസമിറോ എന്നിവർക്കായിരുന്നു റഫറിയുടെ താക്കീത്. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലുക്കാസ് പക്കറ്റുക്ക് പകരം യുവതാരം എൻട്രിക്കിനെ കോച്ച് കാർലോ അഞ്ചലോട്ടി മൈതാനത്തേക്ക് ഇറക്കി. 50-ാം മിനിറ്റിൽ ജപ്പാൻ ഉയർത്തിയ ലീഡ് വെട്ടിപ്പിടിച്ചെന്ന് തോന്നിപ്പിച്ചതാണ്. ബോക്സിന്റെ വലതുവശത്ത് ഡാനിലോയുടെ ക്രോസ് ഗൊയ്മറസിലേക്ക്. പവർഫുൾ ഹെഡർ കുത്തിയകറ്റിയെങ്കിലും ഗോൾ കീപ്പർ പന്തിനെ കയ്യിലൊതുക്കി. 53-ാം മിനിറ്റിൽ വീണ്ടും ഒരു ഹെഡർ ശ്രമം. ഇത്തവണ കസമീറോയുടെ പരീക്ഷണമാണ്. പക്ഷേ കാര്യമുണ്ടായില്ലായിരുന്നു. പ്രതിരോധ നിര ഗോൾ ലൈനിൽ നിന്ന് പന്ത് ക്ലിയർ ചെയ്തു. കൃത്യം 3 മിനിറ്റുകൾക്ക് ശേഷം ബോക്സിന്റെ വലത്തെ വശത്തു നിന്ന് പ്രതിരോധ താരം ഗബ്രിയേൽ മഗല്ലേസിന്റെ ഫാർ പോസ്റ്റ് ലക്ഷ്യമാക്കിയുള്ള ക്രോസ് എത്തുന്നു. തക്കം പാർത്തിരിക്കുന്ന കസമീറോ ജപ്പാൻ പ്രതിരോധ താരങ്ങളെക്കാൾ ഉയരത്തിൽ ചാടി ബുള്ളറ്റ് ഹെഡറോടെ പന്തിനെ വലയിലേക്ക് വഴിതിരിച്ചു വിടുന്നു. മഞ്ഞ പുതച്ച ഗാലറികൾ ആർത്തിരമ്പുകയാണ്. ജപ്പാൻ ഉയർത്തിയ 1 ലീഡ് വെട്ടിച്ചുരുക്കി കസമീറോ എല്ലാമായി മാറുകയാണ്. നൗ ബ്രസീൽ 1 ജപ്പാൻ 1. പ്രതിരോധ കോട്ടയ്ക്ക് മുമ്പിൽ പന്ത് കൊണ്ട് താളമിട്ട് 59-ാം മിനിറ്റിൽ വിനീഷ്യസ് കുതിച്ചു കയറി ഷോട്ട് ഉതിർത്തു. പക്ഷേ നിർഭാഗ്യമെന്നോണം ലക്ഷ്യത്തിലേക്ക് ഒരളവ് പിഴച്ച ഷോട്ട് ബാറിൽ തട്ടിത്തെറിച്ചു. ബ്രസീലിന്റെ കടുത്ത ആക്രമണങ്ങൾക്കിടയിലും ജപ്പാൻ താരം ഉവേദെ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ബ്രസീൽ ബോക്സിലേക്ക് കടന്നു കയറി പരീക്ഷിച്ചെങ്കിലും ലക്ഷ്യം കാണാൻ പ്രാപ്തിയായിരുന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ സുൽത്താന്റെ വരവ് പ്രതീക്ഷിച്ചെങ്കിലും അത് നടന്നില്ലായിരുന്നു. മത്സരം നിശ്ചിത സമയവും കടന്ന് അധിക സമയത്തേക്ക്. നെഞ്ചിടിപ്പോടെ പന്ത് തട്ടുന്ന 22 താരങ്ങൾ ഒരേ ലക്ഷ്യത്തിനായി പൊരുതുന്നു. കാനറികൾ പന്തടക്കത്തിൽ ആധിപത്യം പുലർത്തി നുഴഞ്ഞു കയറുമ്പോൾ ജപ്പാൻ പ്രതിരോധ കോട്ട കാക്കുന്നതിൽ മികച്ചു നിന്നു. അനുവദിച്ച ആഴോൺ സമയത്തിലെ 5 മിനിറ്റ് കഴിയുകയാണ്.
കാനറികളുടെ ചുണ്ടുകളിൽ പ്രാർത്ഥനകളുടെ സ്വരം കാണാമായിരുന്നു. എല്ലാവരും മത്സരം 30 മിനിറ്റ് നീളുന്ന എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പിച്ചിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. 1 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ജപ്പാന്റെ ടോപ്പ് ബോക്സിൽ പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ ജപ്പാൻ താരങ്ങൾക്ക് പിഴവ് പറ്റുന്നു. തട്ടിയെടുത്ത പന്ത് ഗൊയ്മറസിലേക്ക്. കാനറികളെ ബ്ലൂ ലോക്കിൽ കുടുക്കാനായി പ്രതിരോധ നിര സജ്ജരായി നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് മുമ്പിൽ ഒരു ഫേക്ക് ഷോട്ടിലൂടെ തെറ്റിദ്ധാരണ ഇളവാക്കി പന്ത് ഗബ്രിയേൽ മാർട്ടിനെല്ലിയിലേക്ക്. പന്തിനെ വലയിലേക്ക് വഴിതിരിച്ചു വിടുക എന്നതിലപ്പുറം അയാൾക്കൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. തൊടുത്ത ഷോട്ട് കീപ്പർ സുസൂക്കിയെ കാഴ്ചക്കാരനാക്കി ഗോൾ ലൈൻ കടക്കുന്നു. ഒടുക്കം അന്തിമ കാഹളം. തോൽവിയുടെ നിഴൽ വീണെടുത്തു നിന്ന് ഫിനിക്സ് പക്ഷിയെപ്പോലെ ബ്രസീൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് കാനറികളാണ്. അവരുടെ ശീലം ഇങ്ങനെ.